ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു ഹോസ്റ്റലിലെ വാട്ട ഈറ്റിൻ്റെ ഇടയിൽ കണ്ടാലോ. ഇന്ന് നമ്മൾക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് പുട്ടും കടലക്കറിയും ചായയൊക്കെ ആയിരുന്നു. പിന്നെന്തോ എനിക്ക് ഈ ചിരട്ടപ്പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഇരിപ്പാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തോട്ട് നമ്മൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് വേറെ കുറേ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ ഒരു രസം കറിയും ക്യാബേജ് തോരനൊക്കെ ആയിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ സെയിം ഫുഡായിരിക്കും രാത്രി കഴിക്കേണ്ടതെന്നൊക്കെ ആലോചിച്ച് വരുന്ന എനിക്ക് നല്ലൊരു സന്തോഷ വാർത്തയായിരുന്നു. ഇന്ന് രാത്രി നമുക്ക് കഴിക്കാൻ വേണ്ടി കുറേയധികം സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ലേ? ബിരിയാണി ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആ കിച്ചണിൽ എത്തുന്നവരെ എനിക്കറിയില്ലായിരുന്നു ബിരിയാണിയാണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നല്ലോണം കാണാനുണ്ട്. അത് എൻ്റെ മുഖത്ത് മാത്രമല്ല, നമ്മുടെ ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം കുറേ നാൾ കൊണ്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള സെയിം ഫുഡായിരുന്നു. അപ്പോൾ രാത്രി നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കരമായ സന്തോഷമായിരുന്നു. അത് പിന്നെ ആ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഹോസ്റ്റലേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറേ നാളുകൾക്ക് ശേഷം ഒരു ബിരിയാണിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമൊക്കെ വരും. പിന്നെ ഞാനൊരു പപ്പട കൊതിച്ചി ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്ലേറ്റിൽ നിറയെ പപ്പടം ടവറുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാവരുടെ പപ്പടവും ഞാനാണ് കഴിക്കുന്നത്. കാരണം എനിക്ക് പപ്പടം അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ലവണ്ണം കിടന്നുറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാളെ എക്സാം ആയതുകൊണ്ട് കിടന്നുറങ്ങാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ പോയിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ.